ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12 ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചു നിർത്തിയത് നമ്മൾ പാരാമെട്രിക് ഫോംസിൻ്റെ ഡെറിവേറ്റീവ്സ്, അതായത് പാരാമെട്രിക് ഫോംസിൽ തരുന്ന ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വേണം നമ്മുടെ ബാക്കി പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ y is equal to b sin theta, find dy by dx. അപ്പോൾ നമുക്ക് എക്സ് ഫംഗ്ഷനും വൈ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് തീറ്റയിലാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഏതിലാണോ തന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എക്സിൻ്റെ തന്നെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം എന്താ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ, അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് തീറ്റയിലായതുകൊണ്ട് നമ്മൾ തീറ്റയെ വെച്ചിട്ട് വേണം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് എ കോസ് തീറ്റ. ഓക്കെ, ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു, ഇവിടെ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റിനെ എടുത്ത് വെളിയിലിട്ടതിന് ശേഷം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ വരുന്നത്? എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ. ഓക്കെ, therefore dx by d theta is equal to a ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഈ മൈനസിനെ എടുത്ത് ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താ? നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിക്കണം അല്ലേ? അതായത് വൈ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ബി സൈൻ തീറ്റ. അപ്പോൾ ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എന്താണ് തന്നിട്ടുള്ളത്? ബി സൈൻ തീറ്റ. അപ്പോൾ ഇതും നമുക്ക് എന്താ? തീറ്റയിലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ? തീറ്റ വെച്ചിട്ട് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് ബി സൈൻ തീറ്റ. ഓക്കെ, ഇതും കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലായതുകൊണ്ട് കോൺസ്റ്റൻറ്റിനെ നമുക്കെടുത്ത് വെളിയിലിടാം. അപ്പോൾ എന്ത് വരും? dy by d theta equal to b into d by d theta of sin theta. Okay, therefore dy by d theta equal to b into sin theta ഡെറിവേറ്റീവ് എന്താ? നമുക്ക് sin xൻ്റെ ഡെറിവേറ്റീവ് അറിയാം, cos x. അപ്പോൾ sin theta ഡെറിവേറ്റീവ് cos theta. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dy by d theta നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ബി കോസ് തീറ്റ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ബി കോസ് തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയും നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മൈനസ് എ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കാം മൈനസ് എ സൈൻ തീറ്റ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ നമുക്കറിയാമല്ലേ? റിസൾട്ട് എന്താണ്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോട്ട് തീറ്റയാണ് കേട്ടോ. അതായത് ടാനിൻ്റെ റെസിപ്രോക്കലായിട്ട് വരും. ടാൻ എന്ന് പറയുന്നത് എന്താ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ? അതിന് നേരെ തിരിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? കോട്ട് തീറ്റ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ എന്ത് വരും? മൈനസ് ബി ബൈ എ കോട്ട് തീറ്റ. കണ്ടോ? ആ റിസൾട്ട് നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളാണെങ്കിൽ അതെന്ത് ചെയ്യുക? നേരെ അപ്ലൈ ചെയ്തേക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ ഇതുവരെ ടിയിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം എന്താ? നമുക്ക് ഫംഗ്ഷൻ ടിയിലായിരുന്നു തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റയിലായിരുന്നു തന്നത്, അതുകൊണ്ട് നമ്മൾ തീറ്റ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ആ ഒരു വ്യത്യാസം മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ വരുന്നുള്ളൂ. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത എക്സാമ്പിളാണിത്. എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ, വൈ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഫംഗ്ഷൻ തീറ്റയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ വെച്ചിട്ട് വേണം നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ എക്സ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ തീറ്റയിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താ നമ്മൾ തീറ്റ വെച്ചിട്ട് വേണം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പോൾ എന്താ വരുന്നത്? ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്താ വരുന്നത്? ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ മൈനസ് ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് 2 തീറ്റ. ഓക്കെ, ഇത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. therefore dx by d theta is equal to, ആദ്യം എന്താ നമുക്ക് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് അല്ലേ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ തീറ്റ അല്ലേ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. എക്സിന് പകരം ഇവിടെ തീറ്റ വന്നേ ഉള്ളൂ. അപ്പോൾ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ തീറ്റ. ഓൾറെഡി അവിടെ ഒരു മൈനസ് ഉണ്ട്, അതിട്ട് കൊടുക്കുക. പിന്നെ അടുത്ത കോസ് 2 തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ 2 തീറ്റ അല്ലേ. അപ്പം മൈനസ് സൈൻ 2 തീറ്റ ഇൻറ്റു അതിൻ്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷനായ ഈ 2 തീറ്റയുടെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. therefore d by d theta of 2 തീറ്റ. ഓക്കെ, അപ്പം എന്ത് വരും? ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഈ മൈനസും മൈനസും എന്താകും? പ്ലസ് ആകും. സൈൻ 2 തീറ്റ ഇൻറ്റു ഇത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ വെളിയിലിട്ടു. പിന്നെ നമ്മൾ തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കണം. തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്കത് കിട്ടിയല്ലോ. therefore dx by d theta is equal to മൈനസ് സൈൻ തീറ്റ പ്ലസ് ഈ 2നെ ഞാനെടുത്ത് ഫ്രണ്ടിലിടുക. 2 സൈൻ 2 തീറ്റ. അപ്പോൾ ഇതിനൊരു ഭംഗിക്ക് എഴുതാനായിട്ട് ഈ പ്ലസ് ടേമിനെ നമുക്ക് ഫ്രണ്ടിലും മൈനസ് ടേമിനെ പുറകിലോട്ടും ആക്കി എഴുതാം. അപ്പോൾ എന്ത് വരും? ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പം നമ്മൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വൈയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ വൈ ഫംഗ്ഷൻ നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ. അപ്പോൾ അത് നമുക്കൊന്ന് എടുത്തെഴുതാം. y is equal to സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ. ഇവിടെയും നമുക്ക് തീറ്റയിലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു തീറ്റ വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ വരുന്നത്? ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ മൈനസ് ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ 2 തീറ്റ. ഓക്കെ, therefore ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് തീറ്റ അല്ലേ. മൈനസ് ഇവിടെ സൈൻ 2 തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് 2 തീറ്റ ഇൻറ്റു അതിൻ്റെ അകത്തെ ഫംഗ്ഷനായ 2 തീറ്റയുടെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഡി ബൈ ഡി തീറ്റ ഓഫ് 2 തീറ്റ. അപ്പോൾ എന്ത് വരും? ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ ഇൻറ്റു ഇത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വെളിയിലിട്ടു. തീറ്റയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. തീറ്റേനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് 2 കോസ് 2 തീറ്റ. ആ 2നെ എടുത്ത് ഞാൻ എന്ത് ചെയ്തു? ഫ്രണ്ടിലിട്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈയുടെയും ഡെറിവേറ്റീവ് കിട്ടി, എക്സിൻ്റെയും ഡെറിവേറ്റീവ് കിട്ടി. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഓക്കെ,
അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ എന്താ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഇതാണ്, കോസ് തീറ്റ മൈനസ് 2 കോസ് തീറ്റ, 2 കോസ് 2 തീറ്റ. അപ്പോൾ എന്താ അത് നമുക്ക് എഴുതാം, കോസ് തീറ്റ മൈനസ് 2 കോസ് 2 തീറ്റ ബൈ, നമ്മൾ എക്സിൻ്റെത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഡി എക്സ് ബൈ ഡി തീറ്റ എന്താ 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ. അതിട്ട് കൊടുക്കാം, 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ ആയിരുന്നില്ലേ, 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ. കണ്ടോ, ഇതിൽ നമുക്ക് പുറത്തോട്ടെടുക്കാനോ വെട്ടിക്കളയാനോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ദിസ് ഇസ് ആ ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേ? വലിയ പാടൊന്നുമില്ല. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ തീറ്റയിൽ തന്നിട്ടുള്ളത് കൊണ്ട് തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ആ ഒരു വ്യത്യാസം മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. ഓക്കെ, അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ ഇത് എഴുതി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത എക്സാമ്പിൾ. If x and y are connected parametrically by the equation x is equal to a sec theta, y is equal to b tan theta. Without eliminating the parameter, find dy by dx. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ട് വന്ന അതേ സാധനം തന്നെയാണ്. അവർ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് കുറച്ച് എലാബറേറ്റ് ചെയ്തു വലിപ്പത്തിലൊക്കെ ചോദിച്ചെന്നേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ മോഡലിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പാരാമീറ്റർ ഫോംസ് അല്ലെങ്കിൽ പാരാമെട്രിക്കലി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം പാരാമെട്രിക് ഫോംസിൻ്റെ ഡെറിവേറ്റീവ് അതാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഓർത്തോണം. ഓക്കെ, അല്ലാതെ ഇത്ര നീട്ടിപ്പിടിച്ച് സെൻറ്റൻസ് ഒക്കെ തന്നിട്ടുള്ളത് കൊണ്ട് എന്താണ് വേറെ വല്ലതും ആണെന്നൊന്നും വിചാരിച്ചേക്കരുത്. പാരാമെട്രിക്കലി അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റിലാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഓർത്തോണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ എക്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. നമുക്ക് എക്സ് തന്നിട്ടുണ്ട്, എന്താണ് എ സീക് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ തീറ്റയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വേണം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് വരും, ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് എ സീക് തീറ്റ. ഓക്കെ, ഇത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലായതുകൊണ്ട് നമുക്ക് കോൺസ്റ്റൻറ്റിനെ വെളിയിലിട്ടിട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ എന്ത് വരും, ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സീക് തീറ്റ. ഓക്കെ അല്ലേ? സീക് തീറ്റയുടെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സീക് തീറ്റയുടെ ഡെറിവേറ്റീവ്? സീക് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? സീക് തീറ്റ ടാൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞ് നാക്കുളുക്കുക. ഓക്കെ, സീക് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് സീക് തീറ്റയുടെ ഡെറിവേറ്റീവ് സീക് തീറ്റ ടാൻ തീറ്റ. ഓക്കെ, ഈ സാധനമാണ് നമ്മളവിടെ ഇനി ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഈ വേറെ കളറിൽ എഴുതുന്നത് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന റിസൾട്ടുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത്, ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും, എ ഇൻറ്റു സീക് തീറ്റ ടാൻ തീറ്റ അല്ലേ. സീക് തീറ്റയുടെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കണ്ടുപിടിച്ചു. ഇനി അടുത്ത നമ്മൾ വൈയുടെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വൈ ഫംഗ്ഷൻ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ബി ടാൻ തീറ്റ. അപ്പോൾ y is equal to b tan theta. ഇവിടെയും നമുക്ക് ഫംഗ്ഷൻ തീറ്റയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ചിട്ട് വേണം നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് വരും, dy ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് ബി ടാൻ തീറ്റ. ഇതും കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലായതുകൊണ്ട് നമുക്ക് കോൺസ്റ്റൻറ്റിനെ വെളിയിലിടാം. അപ്പോൾ dy ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും, ബി ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് ടാൻ തീറ്റ. ഓക്കെ, നമുക്ക് ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എഴുതിയാൽ മതിയല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ. അതായത് ഞാനിവിടെ ഡി ബൈ ഡി എക്സ് ഉണ്ട് കേട്ടോ. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സീക് സ്ക്വയർ തീറ്റയാണ്. അതാണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് വന്നു, ബി സീക് സ്ക്വയർ തീറ്റ എന്ന് വന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റയും ഡി എക്സ് ബൈ ഡി തീറ്റയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ നമ്മളിത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്, ബി സീക് സ്ക്വയർ തീറ്റ. ഓക്കെ, ബൈ
ഡി എക്സ് ബൈ ഡി തീറ്റ നമ്മളിത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ? എ സീക്ക് തീറ്റ ടാൻ തീറ്റ. അപ്പോൾ അത് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. എ സീക്ക് തീറ്റ ടാൻ തീറ്റ. ഓക്കെ അല്ലേ? ദേ ഇവിടെ നിന്ന് ഒരു സീക്ക് തീറ്റയും താഴത്തൊരു സീക്ക് തീറ്റയും ഞാൻ വെട്ടിക്കളഞ്ഞു. ബാക്കി എന്തായിരിക്കും അവിടെ ഉള്ളത്? ബാക്കി ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മുകളിൽ എന്താ? ബി ഒരു സീക്ക് തീറ്റ ഉണ്ട്, താഴെ എ ടാൻ തീറ്റ. ഓക്കെ അല്ലേ? ഇനി നമ്മളിത് ഇവിടെ സീക്ക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? സീക്ക് തീറ്റ എന്ന് പറയുന്നതിന് നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? സീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു 1 കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ? കോസ് എക്സിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എക്സ്. അപ്പോൾ സീക്ക് തീറ്റേനെ നമുക്ക് 1 കോസ് തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ ടാൻ തീറ്റേനെ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാമല്ലോ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളാണ്. ടാൻ തീറ്റേനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് ഇവിടെ എഴുതാനായിട്ട് പോകുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വെച്ചാൽ ഈക്വൽ ടു ബി ഇൻറ്റു സീക്ക് തീറ്റയ്ക്ക് പകരം 1 കോസ് തീറ്റ ബൈ എ ഇൻറ്റു ടാൻ തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ അല്ലേ? ദേ ഈ കോസ് തീറ്റയും ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ബാക്കി എന്താ ഇവിടെ വന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മുകളിൽ എന്താ? ഇനി ഒരു ബി മാത്രമല്ലേ ഉള്ളൂ. ബി ബൈ താഴെ എ ഇൻറ്റു ഇവിടെ ഒരു സൈൻ തീറ്റ മിച്ചമുണ്ട്. എ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. അതായത് ബി ഇൻറ്റു 1 എന്നുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ഞാൻ അതും കൂടി ഇവിടെ എഴുതിയേക്കാം. ബി ഇൻറ്റു 1 സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആരായിരിക്കും? കൊസീക് തീറ്റ അല്ലേ? അതായത് 1 സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കൊസീക് തീറ്റയാണ്. 1 സൈൻ തീറ്റ എന്ന് പറയുന്നത് കൊസീക് തീറ്റയാണ്. അപ്പോൾ നമുക്കിനി 1 സൈൻ തീറ്റയ്ക്ക് പകരം അവിടെ എന്തിട്ട് കൊടുക്കാൻ പറ്റും? കൊസീക് തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായിരിക്കും നമ്മളുടെ റിസൾട്ട് വരുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ബി ബൈ എ ഇൻറ്റു കൊസീക് തീറ്റ. കണ്ടോ? 1 സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ ആരെ ഇട്ട് കൊടുത്തു? കൊസീക് തീറ്റനെ ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ഇന്ന് ചെയ്ത ഇതുവരെ നമ്മൾ ചെയ്ത 3 എക്സാമ്പിൾസും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന എക്സാമ്പിളാണ്. വലിയ പാടൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത എക്സാമ്പിൾ. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 കോസ് തീറ്റ. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ തീറ്റയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ചിട്ട് വേണം നമ്മൾ ആദ്യം എക്സിനെയും വൈനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ഒന്ന് എടുത്തെഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ചിട്ട് നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്ത് വരും? ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഇതൊരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ എടുത്ത് ഞാൻ വെളിയിലിടുക. അപ്പോൾ എന്ത് വരും? ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഇവിടെ ഇത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ മൈനസ് ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ. ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ അറിയാവുന്നവർക്ക് ഇത് ഡയറക്റ്റ് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഡി ബൈ ഡി തീറ്റ എന്ന് എല്ലായിടത്തും എഴുതണം നിർബന്ധമൊന്നുമില്ല. ഡെറിവേറ്റീവ് എടുത്തങ്ങ് പോകാം. ഓക്കെ, ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? 1 മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടുപിടിച്ചു. എന്ത് കിട്ടി? എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് വൈ ഫംഗ്ഷൻ്റെ കണ്ടുപിടിക്കണം. വൈ എന്താ ഇവിടെ തന്നിട്ടുള്ളത്? എ ഇൻറ്റു 1 കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് എടുത്തെഴുതാം. വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 കോസ് തീറ്റ. ഓക്കെ, നമുക്കിവിടെയും ഫംഗ്ഷൻ തീറ്റയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വേണം നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് എ ഇൻറ്റു
1 പ്ലസ് കോസ് തീറ്റ. ഓക്കെ, ഇത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ എടുത്ത് നമുക്ക് വെളിയിലിടാം. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് 1 പ്ലസ് കോസ് തീറ്റ. ഇത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് 1 പ്ലസ് ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ. ഓക്കെ, ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ്, 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ തീറ്റ. ഓക്കെ അല്ലേ. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ തീറ്റ എന്ന് വരും അല്ലേ. പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ അത് മൈനസ് ആയിട്ട് വരും. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. അപ്പോൾ നമുക്ക് ഈ കണ്ടുപിടിച്ച രണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ വരുന്നത്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, മൈനസ് എ സൈൻ തീറ്റ. അപ്പോൾ അതിട്ട് കൊടുക്കാം, മൈനസ് എ സൈൻ തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഓക്കെ, ഇത് ഈ എയിനെയും ഞാൻ വെട്ടിക്കളയുക. അപ്പോൾ എന്ത് വന്നു, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ എന്ന് വന്നു. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഈ സൈൻ തീറ്റയ്ക്കും 1 മൈനസ് കോസ് തീറ്റയ്ക്കും ഞാൻ റിസൾട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുക. ഓക്കെ, അപ്പോൾ ഞാൻ സൈൻ തീറ്റയ്ക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്ന റിസൾട്ട്, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. നമ്മൾ നേരത്തെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ചില ക്വസ്റ്റ്യനുകളിൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1 മൈനസ് കോസ് തീറ്റയ്ക്ക് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുക. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ബൈ താഴെ 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഓക്കെ അല്ലേ. ഇതേ ഈ ടൂവും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ മുകളിലത്തെ ഒരു സൈൻ തീറ്റ ബൈ 2ഉം താഴത്തെ ഒരു സൈൻ തീറ്റ ബൈ 2 ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മുകളിൽ മൈനസ് കോസ് തീറ്റ ബൈ 2 ബൈ താഴെ ഒരു സൈൻ തീറ്റ ബൈ 2 ഉണ്ട്. ഓക്കെ അല്ലേ. ദെർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ, കോസ് എക്സ് ബൈ സൈൻ എക്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് എന്ത്, കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്, കോട്ട് എക്സ് ആണ്. ഓക്കെ, നമ്മളിത് പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം തീറ്റ ബൈ 2 ആണെന്നേ ഉള്ളൂ. അപ്പം കോസ് തീറ്റ ബൈ 2 ബൈ സൈൻ തീറ്റ ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും വരുന്നത്, മൈനസ് കോട്ട് തീറ്റ ബൈ 2. കണ്ടോ, ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ, വലിയ പാടൊന്നുമില്ല. ഈ റിസൾട്ടുകളൊന്ന് ഓർത്തിരിക്കണം, അത് മസ്റ്റാണ്. നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ പ്രോബ്ലത്തിലൊക്കെ റിസൾട്ടുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒന്ന്, മെയിനായിട്ടും ഇങ്ങനത്തെ റിസൾട്ടുകളാണ് കൂടുതലും വരുന്നതെന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 4 എക്സാമ്പിൾസ് നോക്കി, 4 പാരാമെട്രിക്സ് ഫോംസിൻ്റെ തന്നെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് എഴുതി പഠിക്കാം. അപ്പോൾ 4 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്